അനാമിക ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തന്റെ മുൻ കാമുകനായിട്ടുള്ള ദർശന്റെ ഫോട്ടോ കാണുന്നത്. ഫോട്ടോയൊക്കെ ഫോളോ ചെയ്ത് നോക്കുന്ന സമയത്താണ് ദർശൻ ഇപ്പോ വലിയ ഒരു കോടീശ്വരനാണെന്നും കോടികളുടെ സ്വത്തിനുടമയാണ് ദർശൻ എന്നും അനാമിക മനസ്സിലാക്കുന്നത്. അനാമിക ആ ഫോട്ടോസും കാര്യങ്ങളെല്ലാം കണ്ട് പറയുന്നുണ്ട്, അന്ന് ഇവനെ ഒഴിവാക്കണ്ടായിരുന്നു. 10 പൈസയ്ക്ക് ഗതിയില്ലാത്തവനായിരുന്നു, ഇപ്പൊ ഇതാ കോടീശ്വരനാ. അന്ന് ഇവൻ പറഞ്ഞ പോലെ ഇവനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ സ്വത്തുക്കളെല്ലാം എനിക്ക് അനുഭവിക്കായിരുന്നു. എനിക്കുണ്ടൊരു ഭർത്താവ്, ഒരു കോന്തം ഭർത്താവ്. മീശയുണ്ടെന്ന് പറയാന്നല്ലാതെ ആണാണെന്ന് അയാളെ പറയാൻ പറ്റുമോ? അനന്തപുരിക്കാര് വലിയ കോടീശ്വരന്മാരാണെന്നൊക്കെയാ പറച്ചില്. എന്നിട്ട് എനിക്കെന്താ തരുന്നത്? എന്തായാലും ഇവനൊരു മെസ്സേജ് അയച്ചിട്ടേക്കാം, എന്തെങ്കിലും ഉപകാരം ഉണ്ടായാലോ എന്നും പറഞ്ഞ് ഒരു മെസ്സേജൊക്കെ അയച്ചിടുന്നുണ്ട്. അനാമിക അങ്ങനെ വേണുവിനെയും രേവതിയെയും കാണാനായിട്ട് വീട്ടിലോട്ട് പോകുന്നുണ്ട്. കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയാണ് വീട്ടിലോട്ട് ചെല്ലുന്നത്. പതിവില്ലാതെ അനാമിക ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന കാണുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, നീ വിരുന്നുകാരെ പോലെ ഇന്ന് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്? അമ്മയ്ക്കല്ലേ പരാതി ഞാൻ ഇങ്ങോട്ട് ഒന്നും കൊണ്ടുവരുന്നില്ല എന്ന്. അതിന് ഞാൻ നിന്റെ അടുത്ത് ഫ്രൂട്ട്സും സാധനങ്ങളും വാങ്ങിക്കാനല്ലോ പറഞ്ഞത്. അനന്തപുരിയിൽ നിന്നേ വിലപിടിപ്പുള്ള സ്വർണങ്ങളോ പണവോ അങ്ങനെ എന്തെങ്കിലാ കൊണ്ടുവരാനായിട്ട് പറഞ്ഞത്. അല്ലാതെ ഈ 100 രൂപയുടെ ഫ്രൂട്ട്സുമായിട്ട് നിന്നോട് ഇങ്ങോട്ട് വരാനൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ ഇപ്പം ഈ ഫ്രൂട്ട്സ് വാങ്ങിച്ചു വെക്ക്, നല്ല ക്ഷീണം. അമ്മ പോയിട്ടേ ഒരു ജ്യൂസ് ഉണ്ടാക്കി വാ. അങ്ങനെ രേവതി ജ്യൂസുമായിട്ട് വരുന്നുണ്ട്. വേണുവിനും അനാമികയ്ക്കും ഒരു ഗ്ലാസ് രേവതിയും എടുത്ത് കുടിക്കുവാണ്. അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അനാമികയോട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, അവിടുത്തെ കാര്യങ്ങൾ എന്തായി? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് വല്ലതും നടക്കുമോ? അച്ഛനാണെങ്കിൽ ഇപ്പൊ പൈസയ്ക്ക് കുറച്ച് ടൈറ്റാ. ഇപ്പൊ എന്തെങ്കിലും മറക്കാൻ കിട്ടിയാലേ അച്ഛനെ നിലനിൽക്കാൻ പറ്റൂ. അച്ഛൻ ഈ പറയുമ്പോ ഞാൻ അവിടുത്തെ എങ്ങനെയാ പൈസ എടുക്കുക? അനിയുടെ സ്വഭാവം അച്ഛന് നന്നായിട്ട് അറിയുന്നല്ലേ. അവൻ എനിക്ക് 10 രൂപ പോലും തരുന്നില്ല. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് ചോദിച്ച് വാങ്ങിക്കണം. ഒരു പൊട്ട് വാങ്ങിക്കണമെങ്കിൽ തന്നെ അത് അവൻ്റെ അടുത്ത് പറയണം. എന്നെ കൊണ്ടൊന്നും അവന് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കെ അമ്മയും അച്ഛനും എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ. അവിടെ എടുക്കാവുന്നിടത്തോളം സ്വർണ്ണങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എടുത്തു കൊണ്ടുവന്ന് തന്നതല്ലേ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ട അച്ഛാ? ഇപ്പം എനിക്ക് തോന്നുന്നതേ അവനെ കല്യാണം കഴിക്കണ്ടായിരുന്നു എന്നാ. അനന്തപുരി തറവാട്ടിലെ മരുമകളാണെന്ന് പറയാന്നല്ലാതെ നമുക്ക് 10 പൈസയുടെ ഉപകാരമുണ്ടോ? എന്നാ നയനയ്ക്ക് തവിക്കൊക്കെ കണ്ടില്ലേ, കോരി കൊടുക്കുക അവരെല്ലാവരും കൂടെ ചേർന്നിട്ട്. ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ ദർശനെ കല്യാണം കഴിച്ചിരുന്നെങ്കിലേ ഞാനിപ്പോ കോടീശ്വരി ആയേനെ. നീ ആരുടെ കാര്യ പറയുന്നേ? അച്ഛനറിയില്ലേ ദർശൻ? അവൻ എൻ്റെ പുറകെ ഒരുപാട് നടന്നതല്ലേ. അവൻ്റെ അടുത്ത് കിട്ടാവുന്നിടത്തോളം നമ്മൾ വാങ്ങിയെടുക്കുകയും ചെയ്തു. നമ്മൾ വിചാരിച്ച പോലൊരു ചെക്കനല്ല അവനെന്ന് കണ്ടപ്പോ അവനെ അങ്ങ് ഒഴിവാക്കിയത് അച്ഛൻ അത്ര പെട്ടെന്ന് മറന്നോ? അവനോ? അത് നീ തന്നെയല്ലേ പറഞ്ഞത് അവനെ കൂടെ നിർത്തിയിട്ട് കാര്യമില്ലാന്ന്. അതുകൊണ്ടല്ലേ നീ നൈസായിട്ട് അവനെ അങ്ങ് തേച്ചത്. അതൊക്കെ എനിക്ക് പറ്റിയൊരു തെറ്റ്. അന്ന് അച്ഛനും എൻ്റെ കൂടെ കൂട്ടു നിന്നു. അവനെ ഒഴിവാക്കണ്ടായിരുന്നു. അവനിപ്പേ കോടീശ്വരനാ. അതെങ്ങനെ നിനക്കറിയാം? ഞാൻ കണ്ടു അവൻ്റെ ഇപ്പോഴത്തെ ജീവിതം. അവൻ ഫോട്ടോസൊക്കെ ഇട്ടിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അന്ന് അവനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ബാധ്യതകളൊക്കെ അവൻ തന്നെ തീർത്തേനെ. ഇപ്പോഴും അതിനൊരു ചാൻസ് ഉണ്ട് മോളെ. ഇങ്ങനെ പോയാല് അനിയുമായിട്ട് അധിക നാളൊന്നും മോൾക്ക് ജീവിക്കാൻ പറ്റില്ല. എത്രയും വേഗം അവനെ ഉപേക്ഷിക്കേണ്ടി വരും. എന്നാ പിന്നെ നിനക്ക് ആ ദർശനെ അങ്ങ് കല്യാണം കഴിക്കാലോ. നീ ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളൊക്കെ അപ്പൊ നിനക്ക് കിട്ടും. അച്ഛന് തോന്നുന്നുണ്ടോ അവൻ ഇനി എന്നെ വിശ്വസിക്കുമെന്ന്? അവൻ്റെ അടുത്തോട്ട് ചെന്നാ മതിയായിരിക്കും. അവൻ എന്നെ ആട്ടി ഓടിക്കില്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ. നീ അവനോട് സ്നേഹിച്ചതാണ് കപട സ്നേഹം. എന്നാ അവൻ അങ്ങനെയല്ല. അവൻ നിന്നെ ആത്മാർത്ഥമായിട്ടാ സ്നേഹിച്ചത്. അതുകൊണ്ട് അതിപ്പോഴും അവൻ്റെ മനസ്സിൽ കാണും. നമ്മളിതൊക്കെ പറയുന്നുണ്ട്, ഇനി അവൻ്റെ കല്യാണം വല്ലതും കഴിഞ്ഞു കാണോ? ഏയ്, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അവനിപ്പോഴും ബിസിനസ്സൊക്കെ ആയിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോവാം. ഞാനൊരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. എൻ്റെ വേണുവേട്ടാ, നിങ്ങളിത് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും മോള് മെസ്സേജ് അയക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവൾ ആരുടെയാ മോള്? അവൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ എല്ലാവരും കൂടെ ചിരിക്കുന്നുണ്ട്. പിന്നീടായിട്ട് ദർശൻ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ, അനാമികയോ? തനിക്കെന്നെ ഓർമ്മയുണ്ടോ? പിന്നെ മറക്കാൻ പറ്റുമോ തന്നെ? ആ സാഹചര്യത്തിൽ എനിക്ക് തന്നെ വേണ്ടാന്ന് വെക്കേണ്ടി വന്നു. അല്ലാതെ തന്നോടുള്ള സ്നേഹമൊന്നും കുറഞ്ഞിട്ടില്ല. ദർശൻ തിരക്കിലല്ലെങ്കിൽ ഒന്ന് വിളിക്കാവോ? എൻ്റെ ഫോൺ നമ്പർ ഞാൻ അയക്കാം. അങ്ങനെ ദർശൻ വിളിക്കുന്നുണ്ട്. ഒരുപാട് നാളായി തൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ട്. നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. വലിയ കോടീശ്വര കുടുംബത്തോട്ടാണല്ലോ കല്യാണം കഴിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. അതെ അതെ, കോടീശ്വര കുടുംബത്തോട്ട് തന്നെയാ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാ എനിക്കതിൽ താല്പര്യമൊന്നുമില്ല. അവനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല ഞാൻ അവനെ കല്യാണം കഴിച്ചത്.
നീയുമായിട്ട് പിരിഞ്ഞതിന് ശേഷം പിന്നെ നിന്റെ ഓർമ്മകൾ മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അച്ഛൻ നിർബന്ധിച്ചോണ്ടാ ഞാനിങ്ങനെ ഒരു കാര്യത്തിന് സമ്മതിച്ചത്. അപ്പോ അനാമിക പറയുന്നത് തനിക്ക് ഇഷ്ടമില്ലാതെയാണ് കല്യാണം കഴിച്ചെന്നാണോ? എന്നിട്ടിപ്പോ രണ്ടുപേരും സ്നേഹത്തിലല്ലേ കഴിയുന്നത്? അതൊന്നും പറയണ്ട ദർശ. അവൻ എനിക്ക് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവന്റെ ചിന്താഗതിയും എൻ്റെ ചിന്താഗതിയും രണ്ടും രണ്ടാ. അവൻ കിട്ടിയ താലി എൻ്റെ കഴുത്തിലുണ്ടെന്നേ ഉള്ളൂ. വേറൊരു തരത്തിലും ഞാൻ അവന് സ്വന്തമായിട്ടില്ല. അങ്ങനെ ദർശനുമായിട്ട് സംസാരിച്ച് ദർശന്റെ മനസ്സിലോട്ട് വീണ്ടും അനാമിക കയറിക്കൂടുകയാണ്. അനാമികയെ കാണണമെന്ന് ദർശൻ പറയുന്നുണ്ട്. ദർശൻ വിളിച്ച് ഒരു തവണ പുറത്തുപോയി ദർശനെ കാണുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുവാണ്. അങ്ങനെ ഇരിക്കെയാണ് ദർശൻ ഒരു ദിവസം അനാമികയെ കാണാനായിട്ട് വീട്ടിലോട്ട് വരുന്നത്. അനാമിക ഫോൺ ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും ദർശൻ വീട്ടിലോട്ട് വന്നെന്ന് അറിയുന്നത്. ഇത് കേട്ട് ആകെ പേടിച്ചാണ് അനാമിക ഇരിക്കുന്നത്. നീ എന്ത് പണിയെ കാണിച്ചേ? നീ എന്തിനാ ഇപ്പൊ വീട്ടിലോട്ട് വന്നേ? ഇവിടെ എല്ലായിടത്തും ക്യാമറയാ. നീ എന്തിനാ ദർശ ഇങ്ങോട്ട് വന്നത്? നീ അല്ലേ പറഞ്ഞേ നിന്റെ ഹസ്ബൻഡ് എവിടേക്കോ ടൂർ പോയെന്ന്? അപ്പം നിന്നെ കാണാനായിട്ട് ഞാനൊന്ന് വന്നതാ, കുറച്ചു നേരം സംസാരിക്കാനായിട്ട്. നീയാണെങ്കിൽ പുറത്ത് വന്ന വലിയ പേടി അഭിനയിക്കുമല്ലേ. അവിടെ വെച്ച് ആരെങ്കിലും കാണും, ഇവിടെ വെച്ച് ആരെങ്കിലും കാണും എന്നൊക്കെ പറഞ്ഞ് പേടിച്ചായിരിക്കാറ്. ഇതാവുമ്പോൾ സ്വസ്ഥമായിട്ട് കുറച്ചു നേരം സംസാരിക്കാലോ. അങ്ങനെ അനാമികയുടെ റൂമിലോട്ട് ദർശൻ കയറി വരുന്നുണ്ട്. അനാമിക ഒക്കെ പേടിച്ചായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. എന്നാ മുത്തശ്ശനും മുത്തശ്ശിയും അനിയെ വിളിക്കുന്നുണ്ട്. അനിയാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഫോണിലോട്ട് എത്ര അടിച്ചിട്ടും കിട്ടാത്തത് കൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും വലിയ ടെൻഷനായിരിക്കും. അനി കൂട്ടുകാരും ഒത്ത് ഇത്രയും ദൂരം പോയതാ, അവൻ്റെ ഒരു വിവരവുമില്ല. അല്ലെങ്കിൽ അനി എവിടെയെങ്കിലും പോയാൽ എല്ലാവർക്കും വിളിക്കുന്നതാ. ഇന്ന് അവൻ്റെ വിളിയൊന്നും കണ്ടില്ലല്ലോ. ഇനി അനാമികയ്ക്ക് എങ്ങാനും വിളിച്ചു കാണോ? എന്നാ ഞാനൊന്ന് പോയി ചോദിക്കട്ടെ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശിയോട് മുത്തശ്ശൻ പറയാണ്, വേണ്ട, നീ ഇവിടെ ഇരിക്കുക. നിനക്ക് മുട്ടുവേദനയാന്നല്ലേ പറഞ്ഞത്? ഞാൻ പോയി മോളോട് ചോദിക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അനാമികയുടെ റൂമിലോട്ട് വരുവാണ്. അവിടെ വരുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് എന്തോ സംസാരം കേൾക്കുന്നുണ്ട്. അനാമിക മോൾ ആരോടാ സംസാരിക്കുന്നേ? ഇനി ഫോണിലെങ്ങാനും ആയിരിക്കോ? അങ്ങനെ ഡോറിന് എടുത്തു തന്നെ മുത്തശ്ശൻ നിൽക്കുവാണ്. അപ്പോഴായിരിക്കും റൂമിൽ ആരോ ഉള്ളതായിട്ട് മുത്തശ്ശന് തോന്നുന്നത്. അനാമികയും ദർശനും സംസാരിക്കുന്നതെല്ലാം മുത്തശ്ശൻ കേൾക്കുവാണ്. ഡോറങ്ങ് തുറക്കുന്നുണ്ട് മുത്തശ്ശൻ. മുത്തശ്ശനെ കണ്ട് അനാമിക പേടിച്ച് വരച്ച് നിൽക്കുവാണ്. അതുപോലെ തന്നെയായിരിക്കും ദർശനും നിൽക്കുന്നത്. മുത്തശ്ശനങ്ങ് ചെന്ന് ആങ്ങി ഓങ്ങി അനാമികയ്ക്ക് ഒരെണ്ണം അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ദർശനം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരെണ്ണം. നീ ഇങ്ങനൊരു പെണ്ണാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എൻ്റെ അനിമോനെ നീ വഞ്ചിക്കായിരുന്നില്ലേ? അത് മുത്തശ്ശ, ഇവനെൻ്റെ കൂട്ടുകാരനാ. ഇവനെന്നെ കാണാനായിട്ട് വന്നതാ. എപ്പോൾ കാണാൻ വന്നു? നേരായ വഴിക്കാണെങ്കിൽ കൂട്ടുകാരനാണെന്ന് ഞാൻ സമ്മതിച്ചു. ഇത് മതിൽ ചടിയാണോ നിന്നെ കാണാനായിട്ട് വരിക? മതി, നീ കൂടുതൽ സംസാരിക്കണ്ട, നടക്ക്. ഇതെല്ലാവരോടും പറയണം. ഈ സമയത്ത് ദർശന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടേണ്ടി വരും. ഓടി രക്ഷപ്പെടാനായിട്ട് ദർശൻ ശ്രമിക്കുന്നുണ്ട്. മുത്തശ്ശൻ പിടിക്കുവാണ്. അപ്പോഴേക്കും മുത്തശ്ശനെ തള്ളയിടുന്നുണ്ട്. തള്ളലില് കട്ടിലിന്റെ സൈഡില് മുത്തശ്ശന് തലയിടിക്കുന്നുണ്ട്. അവിടെ നിന്ന് വേഗം തന്നെ ദർശൻ ഓടി രക്ഷപ്പെടുവാണ്.